അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് റോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എക്സാമിന് പലപ്പോഴും ഇത് ചോദിക്കാറുണ്ട്. അത് ചോദിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എഴുതേണ്ട കാര്യങ്ങൾ ഈ 4 സബ് ഹെഡിങ്സ് ആണ്. വിച്ച് ഇസ് റെസ്പോണ്ടിങ് ടു സ്റ്റുഡൻറ് മിസ്കണ്ടക്ട്, റെസ്പോണ്ടിങ് ടു എ മൈനർ ആൻഡ് എ മേജർ മിസ്കണ്ടക്ട്, strategies to maintain classroom discipline, and preventive strategies. Now we are going into the next area and the last area in this unit, which is approaches of discipline. Basically there are 4 approaches in discipline. Let's see one by one. First, about the traditional approach. So the traditional approach emphasizes punishment for undesirable behavior. The purposes of traditional approach are punishment for sin, enforce conformity to custom and strengthen authority of the old over the young. Discipline is always applied by superiors to subordinates. ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ പുരാതന കാലം തൊട്ട് നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരുന്ന രീതിയാണ് ട്രഡീഷണൽ അപ്രോച്ച്. ഇവിടെ ഏതൊരു കുഞ്ഞ് തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിലും, അൺഡിസൈറബിൾ ബിഹേവിയർ കണ്ടിട്ടുണ്ടെങ്കിലും ക്രൂരമായ അല്ലെങ്കിൽ ശക്തമായ പണിഷ്മെൻ്റ് ആണ് ഇവിടെ ആൾക്കാർക്ക് കൊടുക്കുക. സോ ദ മെയിൻ ഫോക്കസ് ഇൻ ദിസ് ഏരിയ ഇസ് പണിഷ്മെൻറ്റ് ഫോർ സിൻ. ഒരു തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉചിതമായ പണിഷ്മെൻറ്റ് കൊടുക്കുക. കസ്റ്റം, അത് ശക്തമായിട്ടും അതുപോലെ തന്നെ വ്യക്തമായിട്ടും ഫോളോ ചെയ്യുക. കസ്റ്റമിലെ ഓരോ കാര്യങ്ങളും അതേപടി ഫോളോ ചെയ്യുക. അതിൽ നിന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ശ്രദ്ധിക്കുക. സ്ട്രെങ്തൻ ദ അതോറിറ്റി ഓഫ് ദ ഓൾഡ് ഓവർ ദ യങ്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ യങ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് ഒരു വോയിസും ഇല്ല. ഇവിടുത്തെ വലിയ ആൾക്കാർ എന്ന് പറയുന്നത് ഓൾഡ് ജനറേഷനാണ്. അവരാണ് യങ് ജനറേഷൻ്റെ മുകളിൽ അതോറിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് ദ ഡിസിപ്ലിൻ ഇസ് ഓൾവേസ് മെയിൻറ്റെയിൻ ബൈ ദ സുപ്പീരിയേഴ്സ്. അതിൽ തന്നെ ഭരണപക്ഷത്തുള്ളവരെ അല്ലെങ്കിൽ സുപ്പീരിയേഴ്സ് ആണ് ഈ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. The severity of punishment is designed to proportional to the severity of offense. So ഓരോ തെറ്റിനും അനുസൃതമായി അല്ലെങ്കിൽ ഉചിതമായ രീതിയിലാണ് അതിൻ്റെ പണിഷ്മെൻറ്റ് കൊടുക്കുക. സോ ഓരോ തെറ്റിൻ്റെയും സിവിയറിറ്റി അനുസരിച്ചാണ് പണിഷ്മെൻറ്റിൻ്റെ സിവിയറിറ്റിയും ഡിസൈഡ് ചെയ്യുക. When no single person admits the mistake, the whole group is punished to motivate group members to identify the violator or punish him or her themselves. സോ ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വ്യക്തി ഞാനാണ് ഈ തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞില്ലെങ്കിൽ ആ ഒരു ഫുൾ ഗ്രൂപ്പിനെ പണിഷ് ചെയ്യുന്ന രീതിയാണ് ട്രഡീഷണൽ അപ്രോച്ചിലുള്ളത്. അപ്പോൾ അങ്ങനെ ഫുൾ പണിഷ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അടുത്ത പ്രാവശ്യം ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഇവനാണ് അല്ലെ ഇവളാണ് എന്ന് പറയാനായിട്ട് തോന്നും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി, ഈ ഒരു അപ്രോച്ചിൽ സ്വീകരിക്കുന്നത്. So this is about the traditional approach. Here punishment is given for the undesirable behavior. The main area is punishment for sin, enforce conformity to the custom, strengthen authority of all over the young. Discipline is applied by the superiors to the subordinates. Severity of punishment is according to the severity of the offense. When no single person admits the mistake, the whole group is punished. Coming to the second approach, which is developmental approach. Developmental approach emphasizes discipline as a shaper of desired behavior. സോ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഡെവലപ്മെൻ്റൽ അപ്രോച്ച് അനുസരിച്ച് ഡിസൈറബിൾ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് discipline.
The purpose of developmental discipline is to shape behavior by providing favorable consequences for the right behavior and unfavorable consequences for the wrong behavior. സോ ഇവിടെ ഡെവലപ്മെൻ്റൽ ഡിസിപ്ലിനിലൂടെ നമ്മൾ ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാഴ്ചവെക്കുമ്പോൾ അതിന് ഒരു റിവാർഡും, അൺഡിസൈറബിൾ ബിഹേവിയർ കാഴ്ചവെക്കുമ്പോൾ അതിന് ഒരു പണിഷ്മെൻറ്റും കൊടുക്കുകയാണ് ചെയ്യുക. സോ ദാറ്റ് ദ ചൈൽഡ് വുഡ് ബി മോട്ടിവേറ്റഡ് ടു ഡു ഡിസൈറബിൾ ബിഹേവിയർ and avoid undesirable behavior. Avoidance of physical punishments. So ഇവിടെ നമ്മൾ കഴിവതും ഫിസിക്കൽ പണിഷ്മെൻറ്റ്സ് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുക. ബാക്കി മോണിറ്ററി ബെനിഫിറ്റ്സ് ഒക്കെയാണ് കൊടുക്കുക. പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ദ അക്യൂസ്ഡ്. സോ ആ ഒരു കുട്ടിയുടെ റൈറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒന്നും അതിനൊന്നും ഒരു കോട്ടം വരുത്താതെയാണ് ഈ ഒരു പർട്ടിക്കുലർ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നത്. റീപ്ലേസ്മെൻറ്റ് ഓഫ് ആർബിട്രറി ഇൻഡിവിജ്വൽ ജഡ്ജ്മെൻറ്റ്സ് ഓഫ് ഗിൽറ്റ്. സോ ഇവിടെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള റൂൾസ്, റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അല്ലാണ്ട് ഇൻഡിവിജ്വൽ ജഡ്ജ്മെൻറ്റ് ഓഫ് ഗിൽറ്റ് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഓരോ പ്രവൃത്തിനെ കാണുന്ന രീതി അല്ലെങ്കിൽ അതിനെ ജഡ്ജ് ചെയ്യുന്ന രീതി ഇവിടെ കഴിവതും ഒഴിവാക്കുകയാണ് ചെയ്യുക. സോ ദാറ്റ് ഈസ് അബൌട്ട് ഡെവലപ്മെൻ്റൽ അപ്രോച്ച്. ഹിയർ ഇറ്റ് ഈസ് discipline is considered as a shaper of desirable behavior. The purpose is to shape desirable behavior by rewarding a good behavior and punishing or unfavorable consequences for a negative behavior, avoiding physical punishments, protection of rights of the accused, and replacement of arbitrary individual judgments of guilt. So that was about the first two approaches. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച രണ്ട് അപ്രോച്ച് എന്ന് പറയുന്നത് ട്രഡീഷണൽ അപ്രോച്ച് ആൻഡ് ഡെവലപ്മെൻ്റൽ അപ്രോച്ച്. Now coming to the third approach, which is self-controlled discipline approach. Here the employee brings his or her behavior into agreement with the organizational behavioral official code. സോ പേരിലുള്ള പോലെ തന്നെ സെൽഫ് കൺട്രോൾ ഡിസിപ്ലിൻ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ ദ ഹോൾ റൈറ്റ് ഇസ് വിത്ത് ദ എംപ്ലോയി ഓർ വിത്ത് ദ പേഴ്സൺ ആൻഡ് ഹീ ഇസ് മോട്ടിവേറ്റഡ് ടു ബ്രിങ് ഹിസ് ഓർ ഹെർ ബിഹേവിയർ ഇൻ എഗ്രിമെൻറ്റ് വിത്ത് ദ ഓർഗനൈസേഷണൽ ബിഹേവിയറൽ ഒഫീഷ്യൽ കോഡ്. സോ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ജീവിക്കുന്ന കമ്മ്യൂണിറ്റി ഇതിനോടൊക്കെ ചേർന്ന രീതിയിൽ പെരുമാറുന്നത് ആണ് സെൽഫ് കൺട്രോൾഡ് ഡിസിപ്ലിൻ അപ്രോച്ച്. The activities are regulated for the common good of the organization. സോ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റി അതിനോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു കൂറ് അതിൻ്റെ പുറത്താണ് ഈ ഒരു ബിഹേവിയറിനെ നമ്മൾ ഷേപ്പ് ചെയ്യുന്നത്. വർക്ക് ഫോർ പീക്ക് പെർഫോമൻസ് അണ്ടർ സെൽഫ് കൺട്രോൾഡ് ഡിസിപ്ലിൻ. ഏറ്റവും നന്നായിട്ട് ഒരു വ്യക്തി ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് ഈ ഒരു സെൽഫ് കൺട്രോൾ ഡിസിപ്ലിൻ അപ്രോച്ചിൻ്റെ അടിയിലാണ്. സോ സെൽഫ് കൺട്രോൾ ഡിസിപ്ലിൻ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ദ എംപ്ലോയ് ബ്രിങ് ഹിസ് ഓർ ഹെർ ബിഹേവിയർ ഇൻ ടു എഗ്രിമെൻറ്റ് വിത്ത് ദ ഓർഗനൈസേഷൻസ് ബിഹേവിയറൽ ഒഫീഷ്യൽ കോഡ്. The activities are regulated for the common good of the organization and the peak work performance happens in this type of discipline. The last approach is enforced discipline approach. So in enforced discipline approach,